അല്ലെ നമ്മുടെ ധനുമാസത്തിൽ തിരുവാതിരയായിരുന്നു. അപ്പം ഞങ്ങൾ വേഗം കുളിച്ച് നമ്മുടെ ശിവൻ്റെ അമ്പലങ്ങളിലൊക്കെ നല്ല പ്രത്യേകതയുള്ള ദിവസങ്ങൾ അവിടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ താഴേക്കാട് പള്ളിയിൽ ശിവൻ്റെ അമ്പലത്തിൽ കൊടിയേറ്റം കൂടിയായിരുന്നു, ഉത്സവത്തിന് കൊടിയേറുന്ന ദിവസം കൂടിയായിരുന്നു. അങ്ങനെ വേഗം ഞാനും പിള്ളേരൊക്കെ കുളിച്ച് റെഡിയായി വേഗം അവിടെ ചെന്ന് തൊഴുതു. പക്ഷേ തിരുവാതിരക്കളി ഉണ്ടായിരുന്നു, പക്ഷെ അത് കാണാൻ പറ്റിയില്ല. പിന്നെ കൊടിയേറി ഞങ്ങൾ വേഗം അതൊക്കെ കണ്ടു കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് അധികം നേരം പിള്ളേരൊക്കെ വാശി പിടിച്ച് തുടങ്ങി. ചെറുത് ഭയങ്കര കുട്ടിക്കുറുമ്പനാണ്. അപ്പോൾ പിന്നെ അധികം നേരം ഒന്നും നിൽക്കാൻ നിന്നില്ല. പിന്നെ ഈ ശിവൻ്റെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പോയി തൊഴണം. അതാണ് അതിൻ്റെ ഐതിഹ്യം. അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വതവേ ശിവൻ്റെ അമ്പലത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ താഴേക്കാട് പള്ളിയിൽ കുരിശുമുത്തപ്പൻ്റെ അവിടെ പോയി ഒന്ന് തൊഴാറുണ്ട്, മുട്ടുകുത്തി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ നിന്ന് തൊഴുത് ചെറിയ അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞ് നേരെ പള്ളിയിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചു. പിന്നെ ഉത്സവത്തിൻ്റേതായ ലൈറ്റപ്പൊക്കെ അടിപൊളിയായിരുന്നു, ഒരു പ്രത്യേക വൈബ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ നിന്ന് അവിടെ നിന്ന് നേരെ പള്ളിയിലേക്ക് നടന്നു. പള്ളിയിൽ കുറച്ച് ദൂരമുള്ളൂ, ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അവിടെ നിന്ന് സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞാൽ കുരിശുമുത്തപ്പൻ്റെ താഴേക്കാട് പള്ളി ഭയങ്കര പെരുന്നാൾ നടക്കുന്ന പള്ളിയാണ്, അടിപൊളിയാണ്. അപ്പോൾ അവിടെ പോയി ഒന്ന് തൊഴുത് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പെട്ടെന്ന് അവിടെ ഒരു 10 മിനിറ്റ് നിന്നുള്ളൂ. ഞങ്ങൾക്ക് ഇന്നലത്തെ സിനിമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായി, നമ്മുടെ സർവ്വമായ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ വേഗം സിനിമ കണ്ടു, അടിപൊളിയായിരുന്നു. വേഗം റെഡിയായി ഞങ്ങൾ സിനിമയ്ക്ക് പോയി, ഒരു രക്ഷ ഉണ്ടായില്ല. അങ്ങനെ അപ്പോൾ എല്ലാവരും കാണാം, അടിപൊളി. ടാറ്റ, ബൈ, നാളെ കാണാം. ഇന്നലത്തെ ദിവസം ഞങ്ങളുടെ അങ്ങനെ കഴിഞ്ഞു.